Hi students, welcome to today's Maths class. This is Standard 3 Mathematics Part 11 of your Chapter 7 in rows and columns. Before going to this video, if there is anyone new to our channel, please never forget to subscribe to our channel and click on the bell icon so that you will get notifications whenever I upload my next class. And one more thing, ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. സോ അതോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ ചാപ്റ്ററിൻ്റെ ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ലെസൺ. പേജ് നമ്പർ 111, planting seeds. There are 14 packets of pumpkin seeds, each containing 12 seeds. What is the total number of seeds? ഇതിനു മുൻപുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. സോ 14 പാക്കറ്റ്സ് ഓഫ് പംകിൻ സീഡ്സ്, ഈച്ച് കണ്ടെയ്നിങ് 12 സീഡ്സ്. 14 പാക്കറ്റുകൾ, ഓരോന്നിലും 12 വിത്തുകൾ വീതം. അപ്പം 12 വിത്തുകൾ 14 തവണ ആഡ് ചെയ്യുക. അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 14 × 12 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 14 × 12. ആൻഡ് ഹൗ ടു ഡു ദാറ്റ്? ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചാണെങ്കിൽ 14 × 12 എങ്ങനെയായിരിക്കും ചെയ്യുക നമുക്ക് നോക്കാം. 14 × 12. ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റാർട്ട് വിത്ത് ദ വൺസ് പ്ലേസ്. 4 × 2 8, 1 × 2 2, 4 2s are 8 and 1 2s are 2. Then plus, then we put a 0 on the ones place because we are beginning here with tens place. അതായത് നമ്മൾ വൺസ് പ്ലേസിൽ 0 കൊടുത്തതിന് ശേഷമാണ് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ 4 1s are 4, 1 1s are 1. Then adding these two sets of numbers. 8 + 0 8, 2 + 4 6 and 1. Writing it. So 168 is the answer. 168 is the answer. Then we can do it by ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഫോർട്ടീൻ × 12. നമുക്ക് 14നെ 10 + 4 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ? അതുപോലെ തന്നെ ഈ 12നെ നമുക്ക് 10 + 12 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 10നെ കൊണ്ട് ഇനി ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഈ 10നെ ഈ 10ഉമായിട്ടും പിന്നെ ഈ 12ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ 10നെ 10ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനോടുകൂടെ ഈ 10നെ 12ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് നമ്മൾ ആഡ് ചെയ്യും. കുറച്ചുകൂടി സിമ്പിളായ ഒരു ഭാഷ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു മെത്തേഡ് പഠിച്ചിരുന്നു. 1 ഡിജിറ്റ് നമ്പേഴ്സിനെ 10 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെത്തേഡ്, അതായത് 14 × 10 + 2 എന്ന് ചെയ്യുവാണെങ്കിൽ നമ്മൾ 14നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരമായി നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 14നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 14നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. സോ നമുക്ക് ഇവിടെയും അത് അങ്ങനെ തന്നെ ചെയ്യാം. 14 × 10 + 14 × 2. അപ്പം ഇത് ഈ ചെയ്യുന്നത് എന്ത്? 14 × 12നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം 12നെ നമുക്ക് 10 + 2 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് 14നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 14നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുമ്പോഴും 14 × 12 എന്ന് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം 14 × 10 ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് 14ൻ്റെ ഇപ്പുറത്തൊരു 0 ഇട്ടാൽ മതി. പിന്നെ 14 × 2 അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. 4 2s are 8, 1 2s are 228 എന്ന് കിട്ടും. ദെൻ 140 + 28 is equal to 0 + 8 8, 4 + 2 6 and 1 അതുപോലെ എഴുതുന്നു. സോ വി ഗെറ്റ് ദാറ്റ് 168 ഈസ് ദ ആൻസർ. ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഇനി ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് കൂടിയുണ്ട്, ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അതെന്താണെന്നാണ്, അത് നമ്മൾ 12നെ നമുക്ക് 10 + 2 എന്ന് എഴുതാമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് 14നെയും 10 + 4 എന്ന് എഴുതത്തില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ ചെയ്താലും സിമ്പിൾ ആയതുകൊണ്ട് കൂടുതൽ ഓൾട്ടർനേറ്റ് മെത്തേഡിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും തന്നെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താലും കിട്ടും. പിന്നീട് പക്ഷേ ഒരു മെത്തേഡ് കൂടെ ഉള്ളത് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 10 + 4 എന്ന് 14നെയും എഴുതാം,
അതുപോലെ തന്നെ 12നെയും 10+2 എന്ന് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 14 എന്ന് എഴുതുമ്പോൾ 14നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 14നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്താൽ മതി, 10 കൊണ്ട് നമ്മൾ 10നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യും, അത് രണ്ടും ആഡ് ചെയ്യും. പിന്നെ 4 കൊണ്ട് 10നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യും, അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ അത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 × 12 ചെയ്യും. പക്ഷേ ഈ മെത്തേഡ് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇതിപ്പം ചെറിയ നമ്പർ ആയതുകൊണ്ട് ഇത്രയും ചെയ്യുന്നതിലും എളുപ്പം ആദ്യം ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. പക്ഷേ വലിയ നമ്പർ ഒരു 68 ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ 60 + 8 എന്ന് എഴുതി അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. നോക്കാം എന്താണ് സംഭവിക്കുകയെന്ന്. സോ 10നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അത് ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Then 10 × 10 plus പിന്നെ 10 × 2 plus 4 × 10 plus 4 × 2. ഓക്കെ. ദെൻ 10 × 10 100 നമുക്കറിയാം, 10 × 2 20 അറിയാം, 4 × 10 14 അറിയാം, പിന്നെ 4 × 2 8 എന്നറിയാം. പെട്ടെന്ന് കിട്ടി. 100 + 20 എളുപ്പമല്ലേ? 100 + 20 120, 120 + 40 160 + 8 168. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. സ്റ്റെപ്സ് ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും ആൻസർ കിട്ടാൻ നമ്മളധികം കഷ്ടപ്പെടേണ്ട, തെറ്റാതെ കിട്ടും. അത്രേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഏറ്റവും ഇച്ചിരി പാടാണെന്നുണ്ടെങ്കിലും ഡിറക്റ്റ് മെത്തേഡാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ. നിങ്ങൾക്ക് ടേബിൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഡയറക്റ്റ് മെത്തേഡാണ് എളുപ്പം. അല്ലാത്തവർക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമായി തോന്നാറുണ്ട്, സ്റ്റെപ്പുകൾ കൂടുതലുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് 16 × 12 ആൻഡ് 13 × 14? അതായത് ഡിഫറൻസ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. എന്താണ് സബ്ട്രാക്ട് ചെയ്യുക. 16 × 12ൻ്റെയും 16 × 12. ഞാൻ ആദ്യം തന്നെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് പ്രോഡക്റ്റ് എന്ന്. അതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഡിഫറൻസ്. അപ്പം തന്നിരിക്കുന്ന 16ൻ്റെയും 12ൻ്റെയും പ്രൊഡക്റ്റ്, 16ൻ്റെയും 12ൻ്റെയും പ്രൊഡക്റ്റും 13ൻ്റെയും 14ൻ്റെയും പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആ ഡിഫറൻസ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ 16ൻ്റെയും 12ൻ്റെയും 13ൻ്റെയും 14ൻ്റെയും പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 16 × 12. 16 × 12. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് വേണോ? അപ്പം ഈ 16 × 12 ഞാൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുവാണ്. 16 × 12. 6 2s are 12. സിസ്റ്റം 1. 1 2s are 2. 2 + 1 3. പ്ലസ് 1s പ്ലേസിൽ നിന്നല്ല 10s പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? 0. ദെൻ 6 1s are 6. 1 1s are 1. Then add 2 + 0 2. 3 + 6 9 1. We get the answer as 192. Then again we have to find the product of 13 × 14. 13 × 14ൻ്റെ പ്രൊഡക്റ്റ്. ഐ തിങ്ക് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ച് പോകാം. 13 × 10 + 4 എന്ന് ചെയ്യാം. 13 × 10 + 13 × 4 എന്ന് ചെയ്യുന്നു. 13 × 10 130 ആണെന്നറിയാം. പിന്നെ 13 × 4 ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. 3 4s are എത്രയാണ്? 3 4s are 12. സിസ്റ്റം 1. 1 4s are 4 + 1 52 എന്ന് നമുക്ക് കിട്ടുന്നു. ദെൻ വി ഗെറ്റ് ദി ആൻസർ ആസ് 182 അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 182 ഈസ് ദി ആൻസർ. സോ ഇനി നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റുകൾ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡിഫറൻസ് ആണ് കാണുന്നത്. ഡിഫറൻസ് എന്താണ്? 192 - 182 എത്രയായിരിക്കും? കാണുമ്പോഴേ അറിയാം. 2 - 2 0 പോകും. പിന്നെ 9 - 8 1. So the answer is 10. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ. 192 - 182. 2 - 2 0. 9 - 8 1. 1 - 1 0. ഫ്രണ്ടിൽ കിടക്കുന്ന 0യ്ക്ക് വിലയില്ലാത്തതുകൊണ്ട് ആൻസർ 10. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടും നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫീൽ ഫ്രീ ടു ആസ്ക് ദ ഡൗട്ട്സ്.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഓൾസോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് 16x4 ആൻഡ് 18x3. ഇതിലും സിമിലർ ആണ്. 16x14 ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 18x13 ആൻസറും കണ്ടുപിടിക്കുക. അപ്പം ഏതാണോ വലുത് അതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി എ ഹോംവർക്ക് ഫോർ യു. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളൂ. Next question, 3 and 9. When one number is multiplied by 3, we get 36. What would we get if the same number is multiplied by 9? നമുക്ക് ഒരു നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ ഏതാ നമുക്കറിയത്തില്ല. സോ നമ്മൾ അവിടെ ഒരു ഡാഷ് ഇടുന്നു. നമുക്ക് 36 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏത് നമ്പരെയാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36, ഏത് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ നമ്പറിനെ എന്ത് ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം 10, നമുക്ക് 3യുടെ ടേബിൾ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി സിമ്പിളാണ്. 10 വരെയുള്ള നമ്പേഴ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ നമുക്കറിയാം. 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 10 3s are 30 എന്നാണ് കിട്ടുന്നത്. സോ അത് കഴിഞ്ഞുള്ള, അപ്പം അതിന് മുമ്പുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 കിട്ടത്തില്ല. അപ്പം 10 ശേഷമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനി അപ്പോൾ 10ന് ശേഷമുള്ള നമ്പേഴ്സിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 × 3 എത്രയാണെന്ന് നോക്കുന്നു. 11 3s are 1 3s are 3, 1 3s are 3. സോ 11 3s are 33 എന്ന് കിട്ടുന്നു. ഇനി അടുത്തത്, അപ്പം 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ല 36 കിട്ടുന്നത്. ദെൻ 12 × 3 ചെയ്ത് നോക്കുന്നു. 12 3s are 12 3s are 2 3s are 6 and 1 3s are 3. സോ 36. അപ്പം നമുക്ക് 12 3s are എന്ന് ചെയ്തപ്പോൾ 36 കിട്ടി. സോ അപ്പോൾ നമ്മളുടെ ബ്ലാങ്ക് പോർഷനിൽ ഇവിടെ വരുന്ന ഉത്തരം എന്താണ്? 12 ആണ്. സോ 12 × 3 ആണ് 36. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 12 9s are എത്രയാണെന്ന് നോക്കാം. 2 9s are 18, system 1. 1 9s are 9 plus 1 10. So the answer is 108. So എന്താണ് ഉത്തരം? 108 is the answer of this question. Okay, hope it's clear for you. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. I will be clearing it. Okay, that's all. Thank you.